നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വ്യാപാരി വ്യവസായി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ കുറെ നാളുകളായി നികുതി വർധനവ്, ഫീസ് വർധനവ് തുടങ്ങിയവ മൂലം സമസ്ത മേഖലകളും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലുമാണെന്നും വ്യാപാര വ്യവസായ മേഖലയെ തകർക്കുന്ന വികലമായ നിയമങ്ങളും തീരുമാനങ്ങളും കാരണം വ്യാപാര വ്യവസായ മേഖല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും തകർച്ചയിലുമാണെന്ന് ആയൂർ യൂണിറ്റ് ഭാരവാഹികൾ ആരോപിച്ചു. കേരള സർക്കാർ നമുക്കൊരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരു ഇരുട്ടടി തന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 5 പ്രാവശ്യമാണ് കറണ്ടിന്റെ ചാർജുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് 6ാമത്തെ തവണയാണ് ഈ കേരള ഗവൺമെന്റ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 12% മുതൽ 16% വരെയാണ് കറണ്ട് ചാർജിന്റെ വർധനവ്. അതുകൂടാതെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വായി തോന്നിയ രീതിയിലാണ് സർക്കാർ പുനഃസംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചെറുകിട വ്യാപാരികൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. വ്യാപാരങ്ങളില്ല, തൊഴിലില്ല, ഈ കടയിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, ബാങ്ക് ലോൺ അടയ്ക്കാൻ സമയമില്ല. ആ തരത്തിൽ വിഷമിക്കുമ്പോഴാണ് ഈ സമ്മാനം ഈ ഡിസംബർ മാസത്തിൽ നമുക്ക് കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യം ശക്തിയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കൂടിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമനുസരിച്ച് ഇതൊരു സൂചനാ സമരമാണ്. കേരളമെമ്പാടും ഈ സമരം നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സൂചനാ സമരം കൊണ്ട് സർക്കാരിന്റെ കണ്ണു തുറന്നില്ലെങ്കിൽ വൻപിച്ച സമരവുമായി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യും എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. വ്യാപാരി വ്യവസായ മേഖലയിൽ KSEB വൻ നിരക്കുകളാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അഴിമതിയും ധൂർത്തും മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ബോർഡ് പൊതുജനങ്ങളെയും വ്യാപാരികളെയും വൈദ്യുത വർധനവിലൂടെ ദ്രോഹിക്കുകയാണെന്നും വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഡിസംബർ 12 വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരമാണ്. അപ്പൊ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം പറഞ്ഞാൽ പലയിടത്തും മഴയില്ല. നമുക്ക് ഈ ഭാഗത്തെല്ലാം ഭയങ്കര മഴയാണ്. എങ്കിലും നമ്മൾ പുറകോട്ട് പോയില്ല, നമ്മൾ മുന്നോട്ടാണ് പോയത്. നല്ല രീതിയിൽ നടത്തണം, എല്ലാ രീതിയിലും കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സ് വെച്ച് പ്ലസ് പോയിന്റ് വെച്ച് മുന്നോട്ട് നീങ്ങി നല്ല രീതിയിലൊരു പ്രതിഷേധ പ്രകടനം നമ്മളിവിടെ കാഴ്ചവെച്ചു. നമുക്ക് GST വാടകക്കാരന് GST 18% എന്ന് പറഞ്ഞിരിക്കുന്ന അത് ഇംപ്ലിമെന്റ് ആയി നടപ്പിലായി. ആ ഒരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് വ്യാപാരികൾ കരഞ്ഞുകൊണ്ട് അബോധാവസ്ഥയിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കറണ്ട് ചാർജ് 16% വർധന യൂണിറ്റ് ഒന്നിന് ആ ഒരു സംഭവം വന്നു ചേർന്നത്. ഇതും കൂടെ ആയപ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ വളരെ പ്രതിസന്ധിയിലാണ്. നമ്മൾ കയറെടുക്കുന്ന വ്യാപാരി, ഞാൻ നേരത്തെ പറഞ്ഞുള്ള കയറെടുക്കുന്ന വ്യാപാരികൾ കയറെടുക്കുന്ന രംഗങ്ങളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓരിച്ചെരിയുന്ന മഴയത്തും വ്യാപാരികൾ ആയൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ശ്രദ്ധേയമായി മാറി. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. ശക്തമായ നടപടിയുമായി വ്യാപാരികൾ മുന്നോട്ട് തന്നെയാണ്, ഒട്ടും പിന്മാറില്ല. എത്രയും പെട്ടെന്ന് കറണ്ട് ചാർജ് വർധന പിൻവലിച്ചില്ലെങ്കിൽ, കൂട്ടി ചാർജ് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ, കറണ്ട് ചാർജ് കുറച്ചില്ല എങ്കിൽ ഇനിയും ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ ഇരിക്കുകയാണ്. വ്യാപാരികൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഈ വൈദ്യുതി ചാർജ് കൂട്ടി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഞങ്ങളെല്ലാവരും പ്രതിഷേധിക്കും. ഇത് ഏതറ്റം വരെയും ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇതിൽ നിന്നും സർക്കാർ വളരെ അസന്നിഗ്ധമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജിന് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആയൂർ യൂണിറ്റ് ഈ കോരിച്ചെരിയുന്ന മഴയത്തും മുഴുവൻ അംഗങ്ങളും ഈ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം വളരെ നല്ല രീതിയിൽ വിജയകരമായി തീർത്തതിന് എല്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളോടും വനിതാ യൂണിറ്റ് അംഗങ്ങളോടുമുള്ള നന്ദിയും കൃതജ്ഞതയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന് വേണ്ടി അർപ്പിച്ചുകൊള്ളുന്നു.